Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ബികോം സ്റ്റുഡൻസിന്റെ. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ബികോം BBA 4 സെമസ്റ്റർ സ്റ്റുഡൻസിന് 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇത് രണ്ടും ആക്സസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നമുക്ക് 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. 3 പ്രോബ്ലംസും ഒരു തിയറിയും ഇങ്ങനെയാണ് വരാറ്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് ആദ്യത്തെ ഏരിയയില് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും SIക്ക് വരുന്ന ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ സാധിക്കുമെങ്കിൽ. സോ ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം അതാണ്, കോറിലേഷൻ. മിക്കതും കോറിലേഷൻ ആണ് വരാ, കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ പ്രോബ്ലം, അതല്ലെങ്കിൽ റിഗ്രഷൻ. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രോബ്ലം ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്. LPPയിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPPയുടെ പ്രോബ്ലം, അത് ഗ്രാഫിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. ഗ്രാഫിക്കൽ മെത്തേഡാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡോ അതല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറയും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കഥ പോലെ തന്നിട്ട് കേട്ടോ. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. സോ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിർബന്ധമായും പഠിക്കുക. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ എന്ന് പറയുന്നത് തിയറി. തിയറിയിലെ ആദ്യത്തെ ചാപ്റ്റർ QTയുടെ ബേസിക്സ് മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ളതാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നല്ലോ, QT ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എക്സാമിന് ബേസിക്സിൽ നിന്ന് ചോദ്യങ്ങൾ. ഇനി മറ്റൊരു ചോദ്യം, വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, അതിലുള്ള മറ്റൊരു ഏരിയയാണ് തിയറി ആയിട്ട്. എക്സ്പ്ലെയിൻ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അധികം വരാറില്ല, ബട്ട് ലാസ്റ്റ് ഒരു 2 വർഷമായിട്ട് നമ്മൾ തിയറി ആയിട്ട്, ദെൻ കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ പ്രോബ്ലം ആയിട്ടും നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് ആണ്, അതല്ലെങ്കിൽ 3 ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ആദ്യം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. 3ന്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുക. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയും. പ്രോപ്പർട്ടീസ് നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം, ഇതുവരെയായിട്ട് വരാറില്ല, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SI ആയിട്ട് വരാറില്ല കുറച്ച് നാളായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെയോ അല്ലെങ്കിൽ ബൈനോമിയലിന്റെയോ ഫിറ്റിംഗ് ചിലപ്പോൾ വരാം, കൂടുതലല്ലെങ്കിൽ അതിന്റെ തിയറി ആയിരിക്കും വരാം. അപ്പോൾ പ്രോബബിലിറ്റി ഏരിയയിൽ നിന്ന് ഒന്നുകിൽ ഈ 3 പോയിസോൺ, ബൈനോമിയൽ, നോർമൽ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രോപ്പർട്ടീസ്
ഫീച്ചേഴ്സ്. ദെൻ ഫിറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു, പോയിസോണ്ട്. ഇതാണ് ഇതിൽ നിന്ന് പറയാനുള്ള സജഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ എസ് എ പാർട്ടിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്പർ 1 സജഷൻ കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രോബ്ലം. ദെൻ LPP പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡോ ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം. QT ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു തിയറി, അത് ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ, ഇതായിരിക്കാം. വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് മറ്റൊരു ചോദ്യം. ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ നോർമൽ, ഇതാണ് പ്രോബബിലിറ്റി ഏരിയയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തിയറി ചോദ്യം. ഫിറ്റിംഗ് ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം കോറിലേഷൻ റിഗ്രഷൻ LPP ആദ്യത്തെ 2 ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് SC കിട്ടിയിരിക്കും. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നതാണ്. ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികൾ, പ്രോബ്ലം ഒന്നും അറിയാത്തവർക്ക് തിയറി ഞാൻ പറഞ്ഞ ഏരിയയും നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ സജഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.